ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാപ്രാണം കള്ളുഷാപ്പും അവിടുത്തെ ഫുഡും ഒക്കെയാണ് പരിചയപ്പെട്ടതെങ്കിൽ ഇനി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അതിരപ്പള്ളിക്കാണ്. അപ്പോൾ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ സ്റ്റേ മാത്രമല്ല, റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും ഒക്കെ ഉള്ള ഒരു 4 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അതിരപ്പള്ളി റെസിഡൻസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി പരിയാരമാണ്. പിന്നെ മെയിൻ റോഡിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്ന വിധത്തിലാണ് വരുന്നത്. പോരാത്തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള പാർക്കിംഗ് സ്പേസും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ എൻട്രൻസിനോട് ചേർന്നിട്ട് തന്നെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം റൂമിലേക്ക് പോവാം. ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ച് ഒരു ആംബിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പുഴയിലൊക്കെ നോക്കിയിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇവിടെ തിരക്കൊന്നുമില്ല. പിന്നെ ഇത് കൂടാണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പം സ്പെഷ്യലി എന്തെങ്കിലും പാർട്ടിയൊക്കെ നടത്തുവാണെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഒരു 25-30 പേരൊക്കെ അടങ്ങി എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്ഷനാണിത്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമുകളും കൂടി കാണാം. ഇവിടെ 3 നിലകളിലായിട്ട് 20 റൂമുകളാണ് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് ഒരു കോൺഫറൻസ് റൂം വരുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് 2 പാർട്ടി ഹോളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് ഇവിടുത്തെ റോയൽ സ്യൂട്ട് റൂം തന്നെ കാണാം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹോള് വരുന്നുണ്ട്. നല്ല ഫുൾ വ്യൂ ആണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിട്ടുള്ള വ്യൂ ആണ് വരുന്നത്. പിന്നെ ബെഡ്റൂമിൽ നിന്നും അതുപോലെ തന്നെ ബെഡ്റൂമും നല്ല സ്പേഷ്യസും ആണ്. അവിടെ നിന്നും നല്ല ഗ്രീനറി വ്യൂ തന്നെയാണ് വരുന്നത്. പിന്നെ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഒരു ബെഡ്റൂമിനേക്കാൾ വലിപ്പത്തിലുള്ള വാഷ്റൂമാണ്. ജാക്യൂസിയാണ് വരുന്നത്. 3 ഫ്ലോറുകളിലായിട്ട് 20 റൂമുകളാണുള്ളത്. അതിൽ ഒരെണ്ണം റോയൽ സ്യൂട്ടും 5 സ്യൂട്ട് റൂമുമാണ് വരുന്നത്. പിന്നെ ഒരു 12 എണ്ണം ഡീലക്സ് റൂമും 2 സ്റ്റാൻഡേർഡ് റൂമുമാണ്. റോയൽ സ്യൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ ഒരു 5000 ആ ഒരു റേഞ്ചിലും സീസണൊക്കെ ആണെങ്കിൽ 8000 റേഞ്ചിലുമാണ് വരുന്നത്. ഇനി ഈ കാണുന്നത് പാർട്ടി ഹാളാണ്. ഇവിടെ ഒരു 150 ആൾക്കാരോളം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ്. ഇതുപോലെ തന്നെ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഒരു ഹാൾ കൂടിയുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 250 ആൾക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 23,500 ആണ് ഒന്നിച്ചെടുക്കുന്നെങ്കിൽ. അല്ല സെപ്പറേറ്റ് ആണെങ്കിൽ ഈ വലിയ ഹാളിന് 15,000ഉം ചെറിയ ഹാളിന് 10,000ഉം ആണ് വരുന്നത്. അപ്പം ഈ കാണുന്നതാണ് ചെറിയ ഹോൾ വരുന്നത്. ഇവിടെ ഇപ്പം ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ബാക്കിയുണ്ട്. ഇനി നമുക്കൊരു ഡീലക്സ് റൂമും കൂടി നോക്കാം. ഡീലക്സ് റൂമിൻ്റെ റേറ്റ് വരുന്നത് ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ 2,250ഉം നോർമൽ സീസണിലൊക്കെ ആണെങ്കിൽ 3,350 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഇതിന് നമ്മളിപ്പം സൂട്ടിലും റോയൽ സൂട്ടിലെയും പോലെ അഡീഷണൽ ഹാളില്ല. ഒരു ബെഡ്റൂം ഒരു വാഷ്റൂം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഒട്ടുമിക്ക റൂമുകളിലും നമുക്ക് നല്ല വ്യൂ തന്നെയാണ് വരുന്നത്. ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കണ്ട പോലെ ആ ഒരു പുഴയുടെ ഭാഗമാണ് വരുന്നത്. ഇതാണ് വാഷ്റൂം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഓരോ ഫ്ലോറും ഓരോ സ്റ്റൈലിലാണുള്ളത്. ഇതൊരു നമ്മുടെ തറവാടിലൊക്കെ കാണുന്ന പോലെ നടുമുറ്റം ഏതാണ്ട് ആ ഒരു സ്റ്റൈലെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഫ്ലോറിലാണ് ബോർഡ് റൂം അല്ലെങ്കിൽ കോൺഫറൻസ് റൂം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓഫീസ് സംബന്ധമായിട്ടുള്ള പാർട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർലി ബേസിസിൽ ഈ കോൺഫറൻസ് റൂം കൂടി എടുക്കാവുന്നതാണ്. ഇത് 3 മണിക്കൂറിന് 3000 രൂപയാണ് വരുന്നത്. പിന്നെ 10 മുതൽ 15 വരെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ സ്യൂട്ട് റൂമും കൂടി ഒന്ന് നോക്കാം. നമ്മൾ റോയൽ സ്യൂട്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹോള് പ്ലസ് ബെഡ്റൂം ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ റോയൽ സ്യൂട്ടിൽ കണ്ടതുപോലെ അത്രയ്ക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളല്ല ഇവിടെ വരുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരുവാണ്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ഹോളിൽ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ അത്യാവശ്യം സോഫാക്കം ബെഡ് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ അഡീഷണൽ ബെഡ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. നമ്മൾ റോയൽ സ്യൂട്ടിൽ കണ്ടതിനേക്കാൾ ചെറിയ ഹോളാണ്. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ നോർമൽ വാഷ്റൂമാണ്, ജാക്യൂസി അല്ല. റോയൽ സ്യൂട്ടിന് മാത്രമാണ് ജാക്യൂസി വരുന്നത്. സ്യൂട്ട് റൂമിൻ്റെ റേറ്റ് വരുന്നത് ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ ഒരു 3,300 മുതൽ സീസണിലൊക്കെ ആണെങ്കിൽ 4,500 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഉള്ളത് ഇനി സ്റ്റാൻഡേർഡ് റൂമാണ്. സ്റ്റാൻഡേർഡ് റൂം 2 എണ്ണമാണ് ഉള്ളത്. അതിന് റേറ്റ് വരുന്നത് 2,000 ആണ് സീസണിലൊക്കെ വരുന്നത്. ഓഫ് സീസൺ ആവുകയാണെങ്കിൽ അതൊരു 1,800 ആ ഒരു റേഞ്ചിലൊക്കെ ആവും വരുന്നുണ്ടാവുക. ഇനി ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാറ് വരുന്നത്. ഇപ്പം നമ്മൾ അതിരപ്പള്ളി റെസിഡൻസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചണും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കൂടുതൽ യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.